ഇത് തേർഡ് മോഡ്യൂളിലെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 9.7 പവർ സീരീസ്. ഓക്കെ, പവർ സീരീസിൽ കിടക്കാൻ പോകുന്നത് ഇങ്ങനത്തെ സീരീസുകളാണ് ഉണ്ടാവുക. ആ സീരീസുകളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായി പല പല ടൈപ്പ് സീരീസുകൾ, ടൈലർ സീരീസ് ആരാ, മക്ലോറൻ സീരീസ് ആരാ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഈ സെക്ഷൻ കുറച്ചുകൂടി ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ പറയാൻ വേണ്ടി. നേരത്തെയുള്ള ടെസ്റ്റുകൾ പോലെ കൺവേർജൻസിൻ്റെ ടെസ്റ്റുകൾ പഠിക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോക്കാം. സമ്മേഷൻ n = ഇൻഫിനിറ്റി an x raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഇരിക്കുന്ന രൂപം a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര an x raised to n എന്നുള്ള രീതിയിലാണ് ഇരിക്കാൻ പോകുന്നത്. മറ്റേ പോയിന്റ് സി എന്ന് പറയുമ്പോൾ ആ സീരീസ് ഇരിക്കാൻ പോകുന്ന രൂപം എങ്ങനെയാണ്? സമ്മേഷൻ n = ഇൻഫിനിറ്റി an × x - c പവർ n a0 പ്ലസ്, അതായത് എക്സിന് വരെയൊക്കെ റീപ്ലേസ് ചെയ്യുക, x - സിയുടെ ടേംസ് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് മീൻസ് a0 പ്ലസ് a1 × x - c a2 × x - c ഹോൾ സ്ക്വയർ a3 × x - 3 ഹോൾ ക്യൂബ് എക്സെട്ര an × x - 3 ഹോൾ പവർ n. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ തന്നിരിക്കുന്ന മുകളിലുള്ള ഈ സീരീസിനകത്ത് c = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ സീരീസ് കിട്ടും. ഓക്കെ, ഇനി പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ പോളിനോമിയൽസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള AIs നമ്മൾ എന്തെടുക്കും? 0 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് പോളിനോമിയലാക്കി മാറ്റുന്നത്. ഓക്കെ, നൗ സോ ഡെഫിനിറ്റ് പവർ സീരീസിനെ ഡിഫൈൻ ചെയ്യണം. ലെറ്റ് x be a variable. A power series in x as a series of the form summation n = 1 to infinity an x raised to n a0 plus a1x plus a2x³ plus etc a3x³ plus etc an x raised to 4 x raised to n etc, where an are constants and called the coefficients of the series. More generally, a power series in x minus c where c is a constant is a series of the form summation n = 1 to infinity an × x minus c power n a0 plus a1x minus c a2x minus c square a3x minus c cube etc plus an × x minus 3 whole power n. The power നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എ പവർ സീരീസ് ഇൻ എക്സ് മൈനസ് സി ഇസ് ആൾസോ കാൾഡ് എ പവർ സീരീസ് സെൻറ്റേർഡ് അറ്റ് സി ഓർ പവർ സീരീസ് എബൌട്ട് സി. അപ്പോൾ ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. എ പവർ സീരീസ് സെൻറ്റേർഡ് അറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ പൊസിഷനിൽ എക്സ് മൈനസ് സി വരണം, പിന്നെ എക്സ് മൈനസ് സികളുടെ പവറുകൾ. അതിന് വേറൊരു വാക്ക് പവർ സീരീസ് എബൌട്ട് സി. ഓക്കെ, ആൻഡ് ദ പവർ സീരീസ് ഇൻ എക്സ് ഈസ് ജസ്റ്റ് ദി സീരീസ് സെൻറ്റേർഡ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ നമ്മൾ കണ്ടു ഓൾറെഡി എന്ത് c = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സമ്മേഷൻ n = 1 to infinity an x raised to n ആയി മാറും അല്ലേ. അതാവുമ്പോൾ ദാറ്റ് സീരീസ് സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആണ് അത്. ഓക്കെ, to simplify the notation used for a power series, we have adopted the convention that x - c power 0 = 1 even when x = c. ഓക്കെ, ഒരു ഫംഗ്ഷനാണ് വരാൻ പോകുന്നത് പവർ സീരീസ് f of x = summation n = 1 to infinity an x - c power n. The domain of f is the set of all x. അതായത് ഇങ്ങനെ ഇതൊരു ഫംഗ്ഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ f of x = summation n = infinity an x raised to n എടുക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയ സ്ഥലങ്ങളാണ്. എക്സിൻ്റെ ഏതൊക്കെ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇവിടെ ഓക്കെ ആണ്, ഈ സീരീസ് കൺവേർജ് ചെയ്യും, അങ്ങനെയുള്ള ആൾക്കാരാണ്. ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് f ഈസ് ദി സെറ്റ് ഓഫ് ഓൾ x ഫോർ വിച്ച് ദ പവർ സീരീസ് കൺവേർജസ്. ഇപ്പോൾ സാധാരണ ഉള്ള വ്യത്യാസം നോക്കുക, ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ f of x = സംതിങ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1/x ആണെങ്കിൽ x 0 ആയാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല, ബാക്കിയുള്ള പോയിന്റ്സിൽ ഡിഫൈൻഡ് ആവും, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇതൊരു സീരീസ് ആയിട്ടാണ് ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ ഈ സീരീസിലെല്ലാം എക്സിന് പകരം 1 കൊടുത്തിട്ട് അത് എന്ത് സംഭവിക്കാമെന്ന് അറിയണം. അപ്പോൾ ആ സീരീസ് x = 1 കൊടുത്താൽ കൺവേർജ് ചെയ്താലാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ഉണ്ടാവുക? ഡൊമൈനിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സിനെയാണ് ഫംഗ്ഷൻ്റെ ഡൊമൈനിലോട്ട് മാറുക. ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ദ പവർ സീരീസ് കൺവേർജസ്. ആൻഡ് ദ റേഞ്ച് ഓഫ് എഫ് കോംപ്രമൈസസ് ദി സം ഓഫ് ദി സീരീസ് ഒബ്റ്റൈൻഡ് ബൈ അലോവിങ് എക്സ് ടു ടേക്ക് ഓൾ ദി വാല്യൂസ് ഇൻ ഡൊമൈൻ ഓഫ് എഫ്. എക്സിൻ്റെ വാല്യൂ ശരിയായി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സീരീസ് കിട്ടുന്ന വാല്യൂസ് ആണ് അതിൻ്റെ റേഞ്ചിൽ ഉണ്ടാവുക. If a function f is defined in this manner, we say that f is represented by the power series. അതായത് ഒരു ഫംഗ്ഷനെ തന്നെ ഒരു പവർ സീരീസിൻ്റെ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ്, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരും, ഒരു പോയിന്റ് തരും, ആ ഫംഗ്ഷനെ ആ പോയിന്റിലെ രീതിയിൽ നിങ്ങൾ എബൌട്ട് ദാറ്റ് പോയിന്റിൽ പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ a0 എന്താ വരിക, a1 എന്താ വരിക, a2 എന്താ വരിക എന്നുള്ളതിനൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള ഫോർമുലയുണ്ട്, ഡെറിവേറ്റീവ് വെച്ചിട്ട് അത് വെച്ച് സിമ്പിളായിട്ട് ഈ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. An example, summation n = 1 to infinity x raised to n 1 plus x plus x square plus x cube plus etc x raised to n etc ആണ്. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. ഈ ജോമെട്രിക്കൽ സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് വരുമ്പോൾ അല്ലേ. ദാറ്റ് മീൻസ് ദ ഡൊമൈൻ ഈസ് -1 and 1. ദാറ്റ് ഈസ് സമ്മേഷൻ n = infinity x raised to n 1 plus etc etc. സിമ്പിൾ ഫോർമുല ഓഫ് സമ്മേഷൻ.
ദറ്റ് ഈസ് 1/1 - x എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് ഇതിൽ എന്ത് 1/1 - x. അതാണ് 1 - x പവർ എന്തായി മാറുന്നത് 1 - x പവർ -1 അല്ലെ 1 - x ഹോൾ പവർ -1 എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് ഈ എക്സ്പ്രഷനായി നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഫംഗ്ഷനെ ഒരു പവർ സീരീസ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫംഗ്ഷനും എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനത്തെ ആൾക്കാരാണ് വരിക ശരിയാവുക എന്നുള്ളത് നോക്കാം. ദ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. അപ്പോൾ വാക്ക് തന്നെ നോക്കുക, ഏത് ഇൻ്റർവെല്ലാണ് വാല്യൂസ് കൺവേർജ് എന്നുള്ളത് നോക്കിയിട്ടുള്ളതിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. ദ കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ് given a power series summation n equal to 1 to infinity an x minus e power n, exactly one of the following is true. The series converges only at x equal to c. Okay, that series converges for all x. There is a number r greater than 0 such that the series converges for all modulus of x minus c less than r and diverges for modulus of x minus c greater than r. അതായത് അവൾ പറയുന്നത് ഒരു സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആവുന്ന പറയണത്, ഒന്നെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇത് കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഫോർ എവറി എക്സിൻ്റെ സീരീസ് എന്ത് ചെയ്യും കൺവേർജ് ചെയ്യും. അല്ലെങ്കിൽ പറയണത് എന്താ തീർച്ച ആർ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും, മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ ആയി വരുന്ന രീതിയിലുള്ള എല്ലാ എക്സിനും എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി കൺവേർജ് ചെയ്യും, മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഗ്രേറ്റർ ദാൻ ആർ ആയ ഡൈവേർജ് ചെയ്യും. ഓക്കെ, അതിന് നമുക്ക് പ്രൂഫൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ മനസ്സിൽ തന്നെ ഉണ്ടാവുക. ഈ ആറിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ആൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു 0. അതായത് 0യിൽ മാത്രം കൺവേർജ് ചെയ്യുന്ന സെറ്റപ്പ് ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ആർ എന്തായിരിക്കണം 0 ആയിരിക്കണം. എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുമെങ്കിൽ ആർ എന്തായിരിക്കണം ആർ ഈക്വൽ ടു ആരാ ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, അടുത്ത കേസിൽ എങ്ങനെ വരാം? And this set of all values for which the power series converges is called the interval of convergence. ഓക്കെ, ആ റേഡിയസ് ആണ് ആറ്, ആ ഇൻ്റർവെല്ലിലെ വാല്യൂസ് കൺവേർജ് ചെയ്യുന്നതിനെ പറയുന്നത് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. ഓക്കെ, and the tell us interval of convergence of power series centered at c is just a single point and the interval minus infinity infinity is second and the c minus r c plus r എന്ന രീതിയിലാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആറിനെ ബ്രേക്ക് ചെയ്തുണ്ടാവുക. അതാണ് അതിൻ്റെ 3 കേസുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് സമ്മേഷൻ n equal to infinity n factorial by x raised to n. Okay, we can think of the given series as summation n equal to infinity un where un equal to n factorial into x raised to n. Applying the ratio test, അതായത് എവിടെയാണ് കൺവേർജ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ടെസ്റ്റുകൾ അറിയണം. ഓക്കെ, അപ്പോൾ ടെസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ടെസ്റ്റുകൾ വിട്ട് പോകാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി un + 1 / un എടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി n + 1 / x raised to n + 1 ഡിവൈഡ് ബൈ n factorial x raised to n കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇൻഫിനിറ്റി കിട്ടും. ദാറ്റ് മീൻസ് x not equal to 0. We conclude that the series diverges whenever x not equal to 0. അല്ലേ, therefore the series converges only when x equal to 0. നോക്കുക, ഈ സീരീസിനകത്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നത് x equal to 0 എന്ന് കൊടുത്താൽ എന്താ വാല്യൂ വരിക 0 ആണ് വരിക. അല്ലാത്ത ഏത് എക്സ് വാല്യൂ കൊടുത്താലും വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലേ, ദാറ്റ് മീൻസ് അപ്പോൾ എന്താ r ഈക്വൽ ടു എന്തായേ പറ്റുള്ളൂ 0 മാത്രം വന്നാലേ പറ്റുള്ളൂ. അടുത്ത് നോക്കുക, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആൻഡ് ദ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് സമ്മേഷൻ n equal to infinity -1 raised to n by x raised to 2n by 2n factorial un equal to ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഫോർമുല വീണ്ടും ശ്രദ്ധിക്കുക, ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി un + 1 / un. സോ ഇവിടെ നിന്ന് 2 ഐഡിയ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നുണ്ടാവും, കൂടുതലും 2 ടൈപ്പ് ഫോർമുലകളാണ് കൂടുതലും ആറ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി un + 1 / un എന്നുള്ള ഫോർമുലയും അതുപോലെ മോഡ് a √a എന്നുള്ള വാല്യൂ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി എടുത്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി x² / 2n + 1 / n + 2 വന്നു. ആസ് n ടെൻഡൻസ് ഇൻഫിനിറ്റി 0ക്ക് പോകും. ദാറ്റ് മീൻസ് 0 ലെസ് ദാൻ 1 ആണ്, കൺവേർജ് ചെയ്യും കിട്ടി ഓട്ടോമാറ്റിക്കലി. And the given series converges for all values of x. Therefore the radius of convergence of the series r equal to infinity and interval of convergence is -infinity infinity. ഇവിടെ പ്രത്യേകിച്ച് ഫോർമുല ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കൊരു ഫോർമുല പറയാം. ഇതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഫോർമുലയായി മാറാൻ പോകുന്നത്. 1/r ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an + 1 / an.
ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട റോളത്തിൽ ശ്രദ്ധിക്കുക 1/r 0 വന്നതുകൊണ്ട് അപ്പോൾ r ആരാ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -∞ കൊണ്ട് ഇൻഫിനിറ്റി ആണ്. അതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു 1/r എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് വന്നത്. 1/r ഇൻഫിനിറ്റി എപ്പോഴാണ് വരിക, r = 0 ആകുമ്പോൾ അല്ലേ. ദാറ്റ് മീൻസ് ആ പോയിന്റ് മാത്രമേ കൺവേർജ് ചെയ്യുന്നുള്ളൂ. ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, എന്ത് റേഡിയസ് ഓഫ് കൺവേർജൻസ് 1/r = ലിമിറ്റ് n ടെൻഡ്സ് ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an + 1/an. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് 1/r = ലിമിറ്റ് n ടെൻഡ്സ് ഇൻഫിനിറ്റി റൂട്ട് മോഡുലസ് ഓഫ് an nth റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് an. സോ ഇതിൽ ഫോർമുലയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഈ രീതിയിലാണ് രണ്ട് ഫോർമുലാസ് ഉള്ളത്. ഓക്കെ, nth റൂട്ട് ഓഫ് മോഡ് an കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്യുക ചില പ്രോബ്ലംസിൽ, അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ഇൻഫിനിറ്റി മോഡ് an + 1/an ചെയ്യുക. രണ്ടും കണ്ടുപിടിക്കുന്നത് 1/r ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, find the radius of convergence and the interval of convergence of limit n x raised to n/n factorial. ഇല്ല, എവിടെയും ഫോർമുല പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതാണ് രണ്ടാണ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.